ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബാലിയിലെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് പരിപാടി ചെയ്തിരിക്കുന്നത് വാട്ടർ സ്പോർട്സ്, പൂജാമണ്ഡല, തെനാലോ ടെമ്പിൾ, അങ്ങനെ കുറച്ച് ഇതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ സ്പോർട്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ സ്പോർട്സിന് ഇവിടെ നമ്മളൊരു പുള്ളിക്കാരനെ മീറ്റ് ചെയ്ത് അവിടുത്തെ മെനു ഒക്കെ തന്നു. നമ്മളെ പരിപാടികളൊക്കെ ബുക്ക് ചെയ്യുവാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ പാരാസെയിലിങ്ങിനാണ് പോകുന്നത്. പാരാസെയിലിങ്, അതുപോലെ തന്നെ സീ വാക്കിങ്, പിന്നെ നമുക്ക് ചെയ്യാൻ ജെറ്റ് സ്കി ഉണ്ട്. അങ്ങനെ കുറച്ച് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എടുക്കുക. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ബനാന ബോട്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് വേറെ എന്തൊക്കെയുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറൊരു ബോട്ടിൽ നമ്മളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അവർ. അവിടെ നിന്നാണ് നമ്മൾ ഈ പാരാസെയിലിങ്ങിന് പോകുന്നത്. വീഡിയോ ഒക്കെ നല്ല സ്പീഡിൽ ഓടിച്ച് പെട്ടെന്ന് പരിപാടി തീർത്ത് തരാം. ഇത് നമ്മുടെ വേറൊരു ബോട്ടിൽ നമ്മളെത്തി. അവിടെയാണ് നമ്മൾ പാരാസെയിലിംഗ് ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വരെ എന്നിട്ട് ഇവിടെ വെച്ച് നമ്മുടെ സേഫ്റ്റിക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ ഈ മേളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അടിപൊളി കേട്ടോ. ആദ്യമൊക്കെ ഒരു ഇച്ചിരി പേടി വരും, നല്ല ആട്ടമൊക്കെ വരും. നമ്മുടെ ഈ ബോട്ടിൽ നിന്ന് അങ്ങ് പൊക്കി പയ്യെ ലൂസ് ചെയ്ത് വിടുകയാണ് അവർ. അപ്പോൾ ലൂസ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇത് വരും. നല്ല ദൂരത്തിലാണ് കണ്ടോ. ഇനി നമ്മൾ ഏകദേശം അടുത്തങ്ങ് ചെയ്യില്ല. ഒരത് മറ്റേ അതിലോട്ട് ചുറ്റും മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി നമ്മൾ അടുത്ത് വെച്ച്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മാക്സിമം നിങ്ങൾ രാവിലെ ചെയ്യുക. ഉച്ചയ്ക്കൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ സൂര്യൻ കണ്ണിലോട്ട് അടിക്കുന്നത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് നമ്മൾ വേർത്ത് കുളിക്കുകയും ചെയ്യും. ഏകദേശം ഒരു 15-20 മിനിറ്റ്സോളം ഉണ്ട്. അപ്പോൾ നമ്മൾ മടുത്തു പോകും. അപ്പോൾ അത് ഏറ്റവും ബെറ്റർ രാവിലെ ചെയ്യുന്നതായിരിക്കും. നമ്മളിത് കണ്ടോ, ചുറ്റി അത് അങ്ങോട്ട് അടുത്തെത്താറായി. അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളവിടെ വന്ന് ഇരുന്നു. അപ്പോൾ അത് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ്. ഇനി അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അടുത്തത് ബോട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജെറ്റ് സ്കി ചെയ്യാമെന്ന് പറഞ്ഞത്. ജെറ്റ് സ്കി സോണിയെ പിള്ളേരും ചെയ്യുന്നില്ല, അത് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു മച്ചാനെ കിട്ടി. പുള്ളി അവിടെ ഇച്ചിരി മുമ്പോട്ട് അവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒത്തിരി ബോട്ടും വേറെ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ പുള്ളി ഇച്ചിരി ഉന്തിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. പുള്ളി എൻ്റെ കൂടെ വന്നു. പുള്ളി ബാഗിൽ നമ്മുടെ ഗോപ്രോ ഒക്കെ പിടിക്കാനായിട്ട് പുള്ളി ഇരുന്നോളാന്ന് പറഞ്ഞു. ഇവർ നമ്മളെ തന്നെ വിടും, അല്ലെങ്കിൽ ഇവരെ ഹെൽപ്പിന് ഒരാൾ കൂടെ വരും. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ നമുക്ക് അവർ ഓടിക്കും, നമുക്ക് ബാക്ക് ഇരിക്കുക. എങ്ങനെ വേണമെങ്കിലും എൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് അടിപൊളി സംഭവമാണ്. കാരണം നമുക്കിത് അൺലിമിറ്റഡ് സ്പീഡൊക്കെ എന്തൊരു മഴ പോട്ടെ, 100-150 കയറി പോകുന്നുള്ളത് സ്പീഡില്ല. അത് അത്യാവശ്യം നല്ലൊരു വിത്താങ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സെറ്റപ്പ് അതുകൊണ്ട്. ജെറ്റ് സ്കി നല്ല പുതിയതായിരുന്നു, നല്ല പവർഫുള്ളാകുന്നതാണ്. കൂട്ടാവുന്ന അത്ര മാക്സിമം കൂട്ടി തീർപ്പിച്ചാൽ പോയത്. ഇവിടെ കുറേ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഏരിയ ആണത്. ആ ഒരു ഏരിയ ഈ ന്യൂസാടുവ എന്ന് പറയുന്ന സ്ഥലം മൊത്തം വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഏരിയ. അവിടെ ഒത്തിരി ഉണ്ട് ഇതുപോലെ അടുത്തടുത്തായിട്ട്. അപ്പോൾ ഇവരുടെ സർവീസ് നല്ലതാണ്, അത്യാവശ്യം നല്ല ചീപ്പ് പ്രൈസുമാണ്. നല്ല ഇതാണ്, നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വരുന്നത് സീ വാക്കിങ്ങിനാണ്. സീ വാക്കിങ് ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. അങ്ങനെ സോണി വന്നില്ല. അപ്പോൾ ഇതാണ് സീ വാക്കിങ്. ഇങ്ങനെയുണ്ട്. ഇത് ഏകദേശം ഒരു 5 to 7 മീറ്റർ കടലിൻ്റെ അടിയിലോട്ട് പോവുകയാണ്. ഇതൊരു ഹെൽമെറ്റൊക്കെ വെക്കുന്നൊരു സീനുണ്ട്. അത് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, കണ്ടോ, തലയിലിരിക്കുന്നുണ്ടോ. ഇത് ഏകദേശം ഒരു 20 kg വെയിറ്റുള്ളൊരു ഹെൽമെറ്റാണ്. ആ ഒരു ഹെൽമെറ്റിനകത്തേക്ക് ഒരു ഓക്സിജൻ പമ്പ് ചെയ്തിട്ട് നമ്മുടെ തല വയ്ക്കുക. അപ്പോൾ വെള്ളമൊന്നും കയറത്തില്ല, ആ വെയിറ്റ് ഉള്ളതുകൊണ്ട് പൊങ്ങിയും പോകത്തില്ല. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ ബോട്ടിൻ്റെ സ്റ്റെപ്പൊക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കടലിലേക്ക് നടക്കുകയാണ്. കടലിനടിയിലെ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പൊങ്ങിപ്പോൾ ഒരാൾ ടെൻഡൻസി വരും. അതുകൊണ്ടാണ് അവരവിടെ ഒരു റെയിൽ പോലെ ഇട്ടിട്ടുണ്ട്. നമുക്കതിൽ ഇങ്ങനെ പിടിക്കാം, ഹാൻഡ് റെയിലൊക്കെ പിടിച്ച് വയ്ക്കുക പോവാം. അപ്പോൾ ഈ കോറലൊക്കെ നമുക്ക് കാണാം.
കോറിൽ നമുക്ക് കാണുകയും ചെയ്യാം, അത്യാവശ്യമൊക്കെ ടച്ച് ചെയ്യുകയും ചെയ്യാം. നല്ല രസമാണത്. ഇത് അടിപൊളി പരിപാടിയാണ്. എനിക്ക് ആദ്യം ഞാനൊന്ന് പയ്യൊന്ന് മുങ്ങിപ്പോൾ എൻ്റെ വായിലൊടിച്ച് വെള്ളം കയറി. അപ്പോൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ നമ്മൾ ഫോഴ്സ് ചെയ്തവർ പറഞ്ഞു എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞവർ പിന്നെ ഒന്നോടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. പിന്നെ ഈ ഉപ്പുവെള്ളമാണല്ലോ വായിലോട്ട് പെട്ടെന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. പക്ഷെ നല്ല കേട്ടോ, അടിപൊളിയാണ്. ഇത് ചെയ്യണം, ഇത് സൂപ്പറാണ്. ആര് പോയാലും ഇത് ചെയ്യുന്നത് നഷ്ടമില്ല. അവർ ഇടയ്ക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ നമ്മുടെ അടുത്തേക്ക് വരും. മൊത്തം പല ടൈപ്പ് ഫിഷാട്ടോ അത്. പിന്നെ കൂടെ 2-3 പേരൊക്കെ ഉണ്ട് വെള്ളത്തിൽ. ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും കുട്ടികളെ കണ്ട് ഇറക്കുന്ന സമയത്ത് 9-10 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഇറങ്ങാം. അതിന് താഴോട്ട് പറ്റത്തില്ല. പിന്നെ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. ശ്വാസം മുട്ടലോ നെഞ്ചിന് വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. പിന്നെ വേറെ ആൾക്കാരൊക്കെ അവിടെ ഒത്തിരി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇത് ഒത്തിരി വേറെ സർവീസുകളൊക്കെ ഉണ്ട്. ഇത് പിന്താകുന്ന പറഞ്ഞൊരു കമ്പനി വഴി നമ്മൾ അതെല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ എടുക്കുന്നത് ഏകദേശം ഒരു കടലിനടിയിൽ ഒരു 10 മീറ്ററോളം ഉണ്ട് വാക്ക് ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ഡ്യൂറേഷൻ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ ഇതും നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച സമയമാണ്. ഒരു സൂര്യൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളത്തിലേക്ക് അടിക്കുന്നൊരു ടൈം, ഒരു 11-12 ആ സമയത്ത് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും. ഇതൊക്കെ രാവിലെ വന്ന് ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിന് ഇത് കാണത്തില്ല, ലൈറ്റ് കാണത്തില്ല, വെള്ളത്തിൽ ഇരുട്ടായിരിക്കും താഴെയായതുകൊണ്ട്. അപ്പോൾ ആ ഒരു ടൈമിംഗ് ഒക്കെ എല്ലാവരും നോക്കണം. അപ്പോൾ അതനുസരിച്ച് എല്ലാം ബുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞു. വാട്ടർ ആക്ടിവിറ്റി ഞങ്ങൾ ഇത്ര ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ആവശ്യമുണ്ടാകുന്നുണ്ട്. വേറെ ഒത്തിരി ഉണ്ട് ഇതുപോലെ, ഇങ്ങനെ പല ടൈപ്പുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. പൂജാമണ്ഡല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അടുത്ത് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്തില്ല. ഇതിന് അത്യാവശ്യം ബാലൻസ് വേണം, അല്ലെങ്കിൽ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ അടുത്തത് ഞങ്ങൾ വന്നിരിക്കുന്നത് പൂജാമണ്ഡല ന്യൂസ് അടുവയിലാണ്. ഈ വാട്ടർ ആക്ടിവിറ്റീസും ഈ പൂജാമണ്ഡലമൊക്കെ ന്യൂസ് അടുവയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥനാലയങ്ങളെല്ലാം കൂടെ ഒരൊറ്റ കോമ്പൗണ്ട് സെറ്റ് ചെയ്ത്, പള്ളിയും അമ്പലവും മുസ്ലിംസിൻ്റെ പള്ളിയും അതുപോലെ ബുദ്ധൻ്റെ ഇതും പിന്നെ അങ്ങനെ എല്ലാം ഒരൊറ്റ കോമ്പൗണ്ടിൽ നല്ല ഒരിതാട്ടോ. അത്യാവശ്യം മുസ്ലിം ചർച്ചിലൊക്കെ തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ടൊക്കെ നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല, എല്ലാം വെളിയിൽ നിന്ന് കാണാം. പക്ഷെ നല്ലതാണ്, എല്ലാം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നതെല്ലാം. ചെറിയതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറും. ഇവിടെ ഒരു ബറ്റേരി ബാലി സീ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറ്റാലാണ് നമ്മുടെ ഡ്രൈവർ സജസ്റ്റ് ചെയ്തൊരു സ്ഥലം. അപ്പോൾ ഇവിടെ പുള്ളി പറഞ്ഞ ഇവിടെ എല്ലാം ഫ്രഷായിട്ട് നമുക്ക് മീനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഏതാണെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തൂക്കി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അവർ വെട്ടിപ്പൊട്ടിച്ചുകൊണ്ട് വെച്ച് തരും. നല്ല ഗ്രില്ലൊക്കെ ചെയ്ത് കിട്ടും. ഞങ്ങൾ മീനും അതുപോലെ അങ്ങനത്തെ ഒരു ലോഫസ്റ്ററും മേടിച്ചു. പിന്നെ അവിടെ കുറച്ച് മ്യൂസിക്കൊക്കെ ഉണ്ട്, ലൈവ് മ്യൂസിക് ഉണ്ട്. അത് അവർ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ടേബിളിൻ്റെ അടുത്ത് വന്ന് പാടും. നമ്മളൊരു ഇച്ചിരി ടിപ്പ് കൊടുത്താൽ മതി. നല്ല നല്ല മ്യൂസിക് കേട്ടോ. ഇതാണ് ഇവിടുന്ന് നമ്മൾ കയറുമ്പോൾ അവിടെ പോയി ഇത് ചെയ്തിട്ട് ബുക്ക് ചെയ്യുകയാണ്. ഇവിടെ ഫീഷും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരുന്നത് നമുക്ക്. അപ്പോൾ അടുത്തത് നമ്മൾ തനാലോട്ടിലാണ് വന്നത്. തനാലോട്ട് ടെമ്പിൾ വാലി. ഇത് ഭയങ്കര ഫേമസ് ആണ് തനാലോട്ട്. കുറേ അമ്പലങ്ങളുണ്ട് ഇതുപോലെ. ഇതെല്ലാം തന്നെ നല്ല ഇതാണ്. ഒത്തിരി ആൾക്കാരുണ്ട് ഏരിയ. ഇതൊക്കെ നല്ല ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ വന്നതാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും മഴയുടെ ഒരു ഇത് കാരണം സ്കൈ കൊള്ളത്തിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ലൈറ്റൊക്കെ ഇച്ചിരി കുറവാണ്.
അതുകൊണ്ട് നല്ല തിരയായിരുന്നു, നല്ല തിര. അവിടെയൊക്കെ പൂട്ടിയിട്ടൊക്കെ വരുന്നത്, അതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ആ ഒരു ചങ്ങലയൊക്കെ ഇട്ട് അവർ ടൈഡ് കൂടുതലായതുകൊണ്ട്. ഇതാണ് തനാലോട്ട് എന്ന് പറയുന്ന സ്ഥലം. അതൊരു ടെമ്പിളാണ്. ഫുള്ള് ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയാൽ തോന്നണത്. ഒരു കല്ലിൽ ഇങ്ങനെ ആണ്ട് കൊത്തി സ്റ്റെപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ എടുത്തേക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയാണത് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിലോട്ട് എന്തോ ഒരു ഗുഹ പോലെയൊക്കെ ഉണ്ട്. ഇത് കണ്ട് തിര ഇറങ്ങുന്ന സമയത്തൊക്കെ അവിടെ ആൾക്കാർ ഇതിങ്ങനെ ഈ പാറയൊക്കെ നടന്നു പോയിട്ടാണ് അവിടെ പൂജയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ അങ്ങ് വേറെ ഒരു സ്ഥലമുണ്ട്. ഇതിങ്ങനെ നമ്മൾക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഒരു ലോങ് വ്യൂ എന്നുള്ളൊരു ഇതൊക്കെയുണ്ട്. അതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ കടലിൻ്റെ ഒരു ഇത് കാണാം. ഇവിടെ നല്ല ശക്തിയുള്ളതാണ് തിരമാലകളാണ്. അത്യാവശ്യം ഡെപ്തുള്ള സ്ഥലമാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു പാർക്കുണ്ട്. അതുപോലെ തന്നെ നല്ല പുല്ലൊക്കെ വെട്ടി നിർത്തി. തിരയൊക്കെ നല്ല പൊങ്ങി വരുന്നത്, നല്ല വലിയ തിരയാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു കവാടം പോലെ ഒരു അമ്പലം എന്തോ ഉണ്ട്. എൻ്റെ ബാക്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചുട നല്ല മുകളിൽ നിന്ന് കടലിൻ്റെ ഇതൊക്കെ കാണാം. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഈ വഴിയിൽ ഉള്ള കണ്ടോ, വഴി സൈഡിൽ കൂടെ ഇങ്ങനെ കരകൗശല വസ്തുക്കളും അങ്ങനെ ഒത്തിരി സാധനങ്ങളവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ താടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനം, താടി, ചിരട്ട, ഗ്ലാസ്, ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. പിന്നെ ഇവിടെയുള്ളൊരു സാധനമാണ് ലുവ കോഫി. അത് ഇവിടുത്തെ നല്ലതാണെന്നാണ് നമ്മുടെ ഡ്രൈവർ എണ്ണം പറഞ്ഞത്. പുള്ളി പറയുന്നത് ഇവിടെ ക്വാണ്ടിറ്റി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വേറെ അധികമൊന്നുമില്ല, വളരെ കുറച്ച് ചെറിയൊരു കോഫി ആയിരുന്നു അവർ. അപ്പോൾ ഇതിന് $5 ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ലുവാക്ക കടവുണ്ട്. അതുപോലെ തന്നെ കണ്ടോ അവിടെ ഒരു ബാറ്റ് തൂങ്ങിടക്കുന്നുണ്ട്, നല്ല കാറ്റാണ്, വലുത് അത്യാവശ്യം കേട്ടോ. You drink before? Yes. You don't like? അപ്പോൾ അപ്പച്ചൻ്റെ കൂടെ എന്തോ ഒരു ഫണലൊക്കെ ഉപയോഗിച്ചത് ഉണ്ടാക്കുന്നത്. അവർ ഇതിനകത്ത് പാലൊന്നും ആഡ് ചെയ്ത് തരത്തില്ല, ആ ബ്ലാക്ക് കോഫിയായിട്ട് തന്നെ തരത്തുള്ളൂ. കണ്ട് നമ്മുടെ കോഫി എത്തി. ചെറുതാട്ടോ, നമ്മൾ കാണുമ്പോൾ വലുപ്പം തോന്നും, ചെറുതാണ്. അപ്പോൾ കോഫിയെ കുടിച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് പിന്നെ മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ കുറേ ഫുഡ് കോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരക്ക് അവിടെ ഇല്ല ഇപ്പോൾ, ഈ സമയത്തല്ല. അവിടെ ഈവനിങ് ചോടെ ആയി കഴിയുമ്പോഴത്തേനും തിരക്കെന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേനും എല്ലാവരും ഇവിടെ വരും സൺസെറ്റ് കാണാനായിട്ട്. നല്ല വ്യൂ അവിടുന്ന്, ആ ഒരു മേളിൽ നിന്നുള്ള താഴോട്ടുള്ള വ്യൂ ഉണ്ടോ, അമ്പലത്തിൻ്റെ ആ പുറയിൽ നിന്ന് ഇങ്ങനെ സൺസെറ്റ് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ അടുത്ത സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.